കാബേജ് തോരൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാബേജ് തോരനൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ, എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ എന്ന്. കാബേജ് കട്ട് ചെയ്ത് വെള്ളത്തിൽ കഴുകിയിട്ട് തോരനാക്കുന്നവരുണ്ട്. അതുപോലെ കാബേജ് വേവാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തോരനാക്കുന്നവരുണ്ട്. പിന്നെ കുക്കിംഗ് അറിയാതെ ഇതുവരെ ഇത് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആകും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇത് കട്ട് ചെയ്യുന്നതാണ്. തോരൻ ഉണ്ടാക്കാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും കൂടി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം കാബേജ് രണ്ടായിട്ട് മുറിക്കണം. അപ്പോൾ അതിന്റെ നടുവിൽ ഉണ്ടാകുന്ന അതിന്റെ ബോണ്, ആ ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ഇല്ലേ, അതൊന്ന് കട്ട് ചെയ്ത് ഒരു ട്രൈഗണൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കളയണം, ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വളരെ നേരിയതായിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ച് പോവാം. ഇത് പറയുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. അത് ഫുള്ളായി ഇങ്ങനെ വരഞ്ഞതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചു വെച്ച് കുനുകുനാന്ന് എറിഞ്ഞു കൊടുക്കും. ഇങ്ങനെ ആകുമ്പോൾ എല്ലാം ഒരേ സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് മുറിച്ചിട്ടത് കാണാനും നല്ല ഭംഗിയാണ്. ചിലവര് ഗ്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഉപകരണത്തോണ്ട് ചെയ്യുമ്പം തേങ്ങ ചിരക്കിയതുപോലെ തേങ്ങയാണോ കാബേജ് ആണോ എന്ന് മനസ്സിലാകാത്ത രീതിക്ക് ആവാറുണ്ട്. കാബേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കാബേജിന്റെ വട ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാബേജ് കൊണ്ട് ഉണ്ടാക്കിയ വടയാണെന്ന് പോലും അറിയാതെയായിരിക്കും ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ തോരന് വേണ്ടി ഞാൻ വേറെ കട്ട് ചെയ്യുന്നത് ഒനിയനാണ്. കാബേജിന്റെ കൂടെ അതേ സൈസിൽ ക്യാരറ്റും ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. കാബേജിന്റെ പുറത്തെ 2-3 ലീവ്സ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടോ നിങ്ങൾക്ക് കഴുകിയെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഈ കാബേജ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ചിരവിയൊന്നും ഉപയോഗിക്കാതെ മിക്സി ഉപയോഗിച്ചിട്ട് ചിരവിയ തേങ്ങയാണ്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മുറിച്ചു വെച്ച കാബേജും സവാളയും അതുപോലെ കുറച്ച് തേങ്ങയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് കൈ കൊണ്ട് നന്നായി ഇതേപോലെ കുഴച്ചെടുക്കണം. സവാളയും ഉപ്പും ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പം അതിലെ വെള്ളമൊക്കെ സ്ക്വീസ് ചെയ്ത് പുറത്ത് വരും, നല്ല സോഫ്റ്റ് ആകും. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ വറവ് വേവിച്ചെടുക്കാനും പറ്റും. വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത വെജിറ്റബിളും ചേർത്ത് സിമ്മിൽ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചാൽ അതിൻ്റെ വെള്ളത്തിൽ തന്നെ കരിയാതെ നമുക്കിത് വെന്ത് കിട്ടും. നമ്മളെ കണ്ണൂർ തോരന് വറവ് എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇങ്ങനെയല്ല ഇതിലും ബെറ്റർ ആയിട്ടാണ് കാബേജ് വറവ് ഉണ്ടാക്കാറ് എങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം.